ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ എൻ്റെ ഒരു ആഗ്രഹം സാധിക്കലുണ്ട്. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു അമ്പലപ്പുഴ അമ്പലത്തിൽ പോകണം ഉണ്ണിക്കണ്ണനെ കാണണം എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ മോന് ചോറും അവിടെ തന്നെ ഉണ്ടോ കൊടുക്കണേ, അപ്പോൾ അതങ്ങോട്ട് സാധിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ടൈമിങ്ങൊക്കെ ഏകദേശം അറിയാം. ഇനി അവിടെ ചെന്നിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം കാറ് പാർക്ക് ചെയ്യണം. അതിന് പാർക്ക് അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കാറ് പാർക്ക് ചെയ്ത് വന്നതിന് ശേഷം വേണം എന്ത് വേണം എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ പറയുക, കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെയിറ്റ് ചെയ്യാണ്. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം കേട്ടോ. നല്ല വിശപ്പുണ്ട്. ഇന്നലത്തെ ട്രാവലൊക്കെ കഴിഞ്ഞ് നേരത്തെ ഫുഡ് കഴിച്ച് ഞങ്ങൾ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രഷ് ആയിട്ട് എണീക്കാൻ പറ്റി. അപ്പോൾ ഫുഡ് കഴിക്കാൻ നല്ല വിശപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തുള്ള ഹോട്ടലിൽ പോയപ്പോൾ അവിടെ ഫുഡൊക്കെ തീർന്നു എന്ന് പറഞ്ഞു. അവിടെ എന്തോ പരിപാടിയൊക്കെ നടക്കുന്ന കാരണം എല്ലാവരും വന്നിട്ട്, അപ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കയറിയിട്ട് നമ്മൾ വെജിറ്റേറിയൻ ഹോട്ടലിലാണ് കയറിയത്. അവിടെ കയറിയിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഹോട്ടലിൽ ദോശയൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ നമുക്കിനി അമ്പലത്തിൽ പോട്ടെ. അപ്പോൾ ദൂരയാത്രയൊക്കെ ഇങ്ങനെ ചെയ്ത് വരുന്നവർ, ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആവണവരൊക്കെ ഹോട്ടലിൽ കയറിയിട്ട് അങ്ങനെ കഴിക്കുന്നവരായിരിക്കും. അങ്ങനെ നമ്മളിതാ അമ്പലത്തിലേക്ക് നടന്ന് പോകണം. അപ്പം ഞാൻ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഒരു വെച്ചിട്ടാണ്, നമ്മൾ ആദ്യമായിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ അത്രയും തിരക്കുണ്ടാവും എന്നൊക്കെ കരുതിയിട്ടാണ് വന്നത് കേട്ടോ. പക്ഷേ അധികം തിരക്കൊന്നുമില്ല കേട്ടോ. സുഖമായിട്ട് നമുക്ക് തൊഴാനൊക്കെ പറ്റി. അപ്പോൾ കുറേ കടകൾ സൈഡിലുണ്ട്. പിന്നെ മോനൊരു മുണ്ടൊക്കെ വാങ്ങിച്ചു കേട്ടോ, അവന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചോറിന് നമുക്ക് റെസിപ്റ്റ് ചെയ്യണം. അതിനവിടെ ഉള്ളിൽ കയറിയിട്ട് തന്നെ ഒരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ വഴിപാടും കാര്യങ്ങളൊക്കെ റെസിപ്റ്റാക്കി. പിന്നെ അമ്പലക്കുളം കാണാൻ നല്ല ഭംഗി കേട്ടോ. അതിൽ നിറയെ മീനുകളാണ്. അയ്യോ നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് മീനിന് എന്തെങ്കിലും അവിടെ ആൾക്കാർ പൊരിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് കാണാനുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ നേരം മീനൊക്കെ നോക്കി ഇന്ന് കളിച്ച്. പീലീസിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കുളം ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അമ്പലത്തിൽ നമുക്ക് ബാഗും ഫോണും എല്ലാം കൊണ്ടുപോകാം കേട്ടോ. ചില അമ്പലങ്ങളിലൊന്നും കേട്ടില്ല. പക്ഷേ ഇവിടെ നമുക്ക് ഫോണൊക്കെ കയറ്റാം. സൈലൻ്റ് ആക്കി വെച്ചാൽ മതി, അങ്ങനെ സംസാരിക്കാതെ ഇരുന്നാൽ മതി. വീഡിയോസൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. എല്ലാത്തിൻ്റെ വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റും. ഉള്ളിൽ കയറുമ്പോൾ മാത്രമേ വീഡിയോസ് എടുക്കാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ പീലീസ് കുറേ നേരം കളിച്ചതിന് മോന് ചോറ് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പൂജ കഴിഞ്ഞിട്ട്, നീതിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്കത് ചോറ് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവിടെ തന്നെ എന്താ പറയുക, മേളമൊക്കെ ഉണ്ട് കേട്ടോ. മേളവും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമുക്ക് ചോറ് കൊടുക്കാൻ പറ്റുക. ഇതും കൂടെ ഉണ്ടാവും. തുലാഭാരം ഉണ്ട്, തുലാഭാരത്തിൻ്റെ കൂടെയും മേളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ മോന് മുണ്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ചുറ്റിക്കാണ് കേട്ടോ അവനെ. എനിക്ക് മുണ്ട് ചുറ്റിക്കാൻ അങ്ങനെ അങ്ങോട്ട് അറിയില്ല. അപ്പോൾ ഏട്ടൻ ചുറ്റിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാനാണ് കേട്ടോ ചോറ് കൊടുക്കുന്നത്. എൻ്റെ മടിയിൽ ഇരുത്തിയിട്ടാട്ടോ ഞാൻ മോന് ചോറ് കൊടുക്കുന്നത്. അപ്പോൾ അപ്പുറത്തെ പീലീസും ഇരിക്കും, അമ്മ ഞാനും കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്പലപ്പുഴ പാൽപ്പായസം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അമ്പലപ്പുഴ പാൽപ്പായസം നമുക്ക് കിട്ടിയില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ 11 മണിക്ക് അതിൻ്റെ ടോക്കൺ കൊടുക്കുള്ളൂ, 1 മണിക്ക് പായസം കൊടുക്കുള്ളൂ. അപ്പോഴേക്കും നമുക്ക് ഇവിടുന്ന് പോകണം കേട്ടോ. അതുകൊണ്ട് നമുക്കത് വാങ്ങിക്കാൻ പറ്റില്ല. പിന്നെ തലേ ദിവസം ബുക്ക് ചെയ്താലും 11 മണിക്ക് തന്നെ അവർ ടോക്കൺ കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അതിന് നേരത്തെ പായസം കൊടുക്കുമെന്ന് അറിയില്ല. പക്ഷേ 1 മണിക്ക് പായസം കൊടുക്കുള്ളൂ. അതുകൊണ്ട് അവിടെ ഒരുപാട് ക്യൂ ആയിരുന്നു കേട്ടോ. നമുക്ക് പായസം കിട്ടാൻ കുറേ ലേറ്റാവും. പക്ഷെ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ തുലാഭാരം അതുപോലെ ചോറൂണ് തന്നെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോറ് കൊടുത്തതിന് ശേഷമേ നമുക്ക് ഉള്ളിൽ കയറാൻ പാടുള്ളൂ എന്നവർ പറഞ്ഞു. അപ്പോൾ നമ്മൾ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. കുറേ നേരം അമ്പലത്തിൽ ഇങ്ങനെ നടന്നു കേട്ടോ. നല്ല തിരക്കൊന്നും ഇല്ലാണ്ട് നല്ല സുഖമായിട്ട്. തിരക്കുണ്ടോ ചോദിച്ചാൽ അത്ര വലിയ തിരക്കില്ല, പക്ഷേ സുഖമായിട്ട് നമുക്ക് ചോറ് കൊടുക്കാനും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനും പറ്റിയിട്ടോ. അപ്പോൾ ഇതാ ചോറ് കൊടുക്കാൻ പോവുക. കൊടിമരത്തിൻ്റെ അവിടെ ഇരുന്നിട്ട് ഞാൻ കേട്ടോ നമ്മൾ ചോറ് കൊടുക്കുന്നത്. അപ്പോൾ മോനെ ചന്ദനമൊക്കെ തൊട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആൾക്കങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ ചോറ് ഇത് 2ാമത്തെ വട്ടമാണ് കൊടുക്കാൻ പോണത്. ആദ്യം നമ്മൾ ഗുരുവായൂർ കൊടുത്ത കാരണം അവനങ്ങനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല കേട്ടോ. വായ ഇങ്ങനെ തുറക്കണം തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം തീർത്ഥം കൊടുത്തതിന് ശേഷം എന്താ ഇത്തിരി തൊട്ട് നാവിലെല്ലാം എടുത്ത് തൊട്ട് നാവിൽ വെച്ച് കൊടുക്കാൻ തിരുമേനി പറയാം കേട്ടോ. തിരുമേനി ഭയങ്കര ചെറുപ്പമാണ്, ചെറിയ കുട്ടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ചോറ് ഞാൻ നന്നായിട്ട് ഇതാക്കിയിട്ട് മാത്രമേ വായിൽ വെച്ച് കൊടുക്കണുള്ളൂ കേട്ടോ. അവൻ എന്തൊക്കെയോ നോക്കിയിരിക്കണതില്ല, എന്തവിടെ നടക്കണേന്ന് വിചാരിച്ചിട്ടാട്ടോ നോക്കിയിരിക്കണത്. അപ്പോൾ അമ്പലപ്പുഴ അമ്പലത്തിൽ ഇങ്ങനെ പോയിട്ടുള്ളവരും ചോറ് കൊടുത്തിട്ടുള്ളവരും പായസം കഴിച്ചിട്ടുള്ളവരും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പായസം എനിക്ക് ഒരുപാട് മിസ്സായിപ്പോയി. ഇനി എന്തെങ്കിലും പോകുമ്പോൾ കഴിക്കണം. ഇനി ആരെങ്കിലും പോയിട്ട് വരുമ്പോൾ കൊണ്ടുവന്നാൽ കഴിക്കണം. എൻ്റെ മാമൻ്റെ വീട് ആലപ്പുഴ ആണെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അമ്പലപ്പുഴയൊക്കെ പോണത്. എൻ്റെ അമ്മയും ആദ്യമായിട്ട് തന്നെ ആയിരിക്കും പോകുന്നുണ്ടാവുക. മാമൻ്റെ വീട്ടിൽ പോയിട്ട് ഓടിപ്പോരുന്ന രീതിയാണ് കേട്ടോ ഞങ്ങൾക്ക്. അതുകൊണ്ട് അവിടെ ഇവിടെയൊന്നും പോയി കാണാനൊന്നും പറ്റാറില്ല.
അപ്പോൾ ഇതാ ഒരുപാട് ആൾക്കാർ വരി നിൽക്കുന്നുണ്ട് കേട്ടോ പായസം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ തുലാഭാരം നടത്താൻ വേണ്ടിയിട്ടും. തുലാഭാരത്തിനുള്ള സാധനങ്ങൾ അവിടെ സ്റ്റോക്കില്ലാത്ത കാരണം നമ്മൾ കൊണ്ടുവന്നിട്ട് വേണം അവിടെ തുലാഭാരം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വേറെ അപ്പം തന്നെ വാങ്ങിച്ചിട്ട് ചെയ്യണം, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മാറി മാറി ചോറൊക്കെ കൊടുത്തിട്ടുണ്ട്. അവൻ ഇങ്ങനെ നുണയുന്നുണ്ട് കേട്ടോ, എന്താ പറയുക, നല്ല രീതിയിൽ നുണയുന്നുണ്ട്. ഈ ഇല എവിടെ ഇടാമെന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരൊരു സ്ഥലം കാണിച്ചിരുന്നു. അപ്പോൾ ഇനി നമുക്കത് കൊണ്ടുപോയിട്ട് അവിടെ ഇടാം കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് ഒന്ന് അമ്പലക്കുളത്തിൽ ഇറങ്ങി ഒന്ന് ശുദ്ധമായതിന് ശേഷം വേണം നമുക്ക് ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അമ്പലക്കുളത്തിൽ അധികം ഇറങ്ങില്ല, സ്റ്റെപ്പിൽ ഇറങ്ങിയിട്ട് നമുക്ക് ഒന്ന് ശുദ്ധമാവും കേട്ടോ. അപ്പോൾ ഈ വീണ്ടും പീലീസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്താ പറയുക, വെള്ളത്തിൽ ഇറങ്ങുക എന്നുള്ളത്. ഭയങ്കര നിറച്ച് മീനുകളെ, അത് നമ്മുടെ കാലുമ്മ കടിക്കുക അങ്ങനെ ഒന്നും ചെയ്യണില്ല കേട്ടോ. അതിങ്ങനെ ഇങ്ങനെ നല്ല ഭംഗിയിൽ ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട് അടുത്ത് തന്നെ. അതിൻ്റെ ഉള്ളിലേക്ക് പോകണമല്ലോ, ഈ സൈഡ് അരുവിനോട് ചേർന്നിട്ടാട്ടോ നിറയെ മീനുകളെ കാണുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും ഒന്ന് ശുദ്ധമായി ഇനി ഉള്ളി കയറണം കേട്ടോ. ഉള്ളി കയറാൻ കുറച്ച് തിരക്കുണ്ടായിരുന്നു, എന്നാലും ഉള്ളി കയറി ഭഗവാനെ നന്നായിട്ട് തൊഴാൻ പറ്റിയിട്ടോ. പിന്നെ നമ്മുടെ വഴിപാട് ചെയ്തത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള വരിയാണ് കേട്ടോ അത് കാണുന്നത്. അപ്പോൾ ഞാൻ പോയിട്ട് വഴിപാടൊക്കെ ചെയ്തത് വാങ്ങിച്ചു കേട്ടോ. വെണ്ണ, തൃക്കൈ വെണ്ണയും അതിൻ്റെ ഒപ്പം തന്നെ പഴമായിരുന്നു കേട്ടോ. അതൊക്കെ നമുക്ക് കിട്ടി. ഇനി നമുക്ക് തിരിച്ചു പോകാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ വെണ്ണ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരു ഇലയിലൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് നല്ല രസമുണ്ടല്ലേ. അപ്പോൾ കഴിക്കാൻ നല്ല ഇഷ്ടമായിട്ടോ എനിക്ക്. പിന്നെ മോനും ഇത്തിരി വായിൽ വെച്ച് കൊടുക്കാം, പ്രസാദമല്ലേ ഇത്തിരി. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അത് കഴിക്കുകയും ചെയ്യാം. അച്ഛൻ്റെ ചെരുപ്പ് കാണാണ്ട് അച്ഛൻ ഫുൾ തപ്പലായിരുന്നു കേട്ടോ, ചെരുപ്പൊക്കെ ഇതിങ്ങനെ ആയിരുന്നു. അപ്പോൾ ഇനി നമുക്ക് തിരിച്ച് പോവാം കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്ന് തിരിച്ച് പോരണ വഴി ഞങ്ങൾ ഓച്ചിറ വരെ കയറി കേട്ടോ. മോന് ഭയങ്കര ചൂടാണ്, ചൂട് കാരണം അവൻ ഭയങ്കര വാശിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവന് ഉടുപ്പൊന്നും ഇടിച്ചില്ല. അപ്പം നമ്മൾ ഓച്ചിറ അമ്പലത്തിൽ, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഓച്ചിറ അമ്പലത്തിൽ വരുന്നത്. അപ്പോൾ അമ്മ അച്ഛനൊക്കെ മുന്നേ വന്നിട്ടുണ്ട്, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഓച്ചിറ വരുന്നത്. അപ്പോൾ ഓച്ചിറ അമ്പലത്തിലൊന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതൊരു പ്രത്യേകതരം അമ്പലമാണ് കേട്ടോ. ആലിൻ്റെ അവിടെയാണ് ഭഗവാൻ ഇരിക്കുന്നത്. അമ്പലമായിട്ടില്ല, ആലാണ്. പിന്നെ ഓച്ചിറക്കാള അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഓച്ചിറക്കാളേനെ ഇവിടുത്തെ വിശേഷ ദിവസം അലങ്കരിച്ച് എന്തൊക്കെയോ ഉത്സവമൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് ഞാൻ കേട്ടത്. ശരിയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അവിടെ ഫ്രണ്ടിൽ തന്നെ ഓച്ചിറക്കാളുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ, ഒരുപാട് പേര്. പിന്നെ ഇതാണ് ആളിൻ്റെ അവിടെ എന്താ പറയുക, കുറേ ഭഗവാന്മാർ ഉണ്ട് അവിടെ, കുറേ തിരുമേനിമാർ പൂജ ചെയ്യുന്നുണ്ട്. നല്ലൊരു തണലുള്ള കുറേ ആളുകളുള്ളൊരു സ്ഥലം, ഒരു പ്രത്യേക സ്ഥലം കേട്ടോ. അമ്പലം എന്ന് നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിലും ഒരു ആലിന് ചുറ്റും ഭഗവാന്മാരിയ്ക്കുന്ന ഒരു സ്ഥലം. പിന്നെ മണലായതുകൊണ്ട് കാല് നന്നായിട്ട് പൊള്ളും, നടക്കാൻ പറ്റിയിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഓച്ചിറയും കണ്ടു. അപ്പോൾ ഓച്ചിറ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞങ്ങൾ കാല് പൊള്ളിയിട്ട് ഓടുകയാണ് കേട്ടോ, കാല് മണലിൽ കാല് പൊള്ളിയിട്ട് ഭയങ്കര ഓട്ടം. പീലീസ് പിന്നെ മുത്തച്ഛൻ്റെ ഒക്കത്ത് കയറി ഇരിപ്പാണ്. അപ്പോൾ നമ്മൾ അവിടെയും തൊഴലൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോരാണ് കേട്ടോ. തിരിച്ച് പോരുന്ന വഴിക്ക് കാള അവിടെ ഇരിക്കണം, ഇങ്ങനെ നിൽക്കിട്ട് നമുക്ക് എന്താ പറയുക ദക്ഷിണ വെച്ചിട്ട് തൊട്ട് തൊഴാട്ടോ. അപ്പോൾ പീലീസ് അവിടെ ദക്ഷിണക്ക് കൊടുത്ത് തൊട്ട് തൊടുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.